വില്യം ഷെൽഡൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് 1950s ആളുകളെ അവരുടെ ബോഡി സ്ട്രക്ചർ വെച്ച് തരംതിരിക്കാനായി അവരെ 3 കാറ്റഗറിയിലിട്ടു: എക്ടോമോർഫ്, എൻഡോമോർഫ്, മെസോമോർഫ്. പുള്ളിക്കാരൻ്റെ തിയറി പ്രകാരം എൻഡോമോർഫിലുള്ള ആളുകൾ കുറച്ച് വണ്ണമൊക്കെ ഉള്ള ആളുകളായിരിക്കും. മെസോമോർഫിൽ പെടുന്ന ആളുകൾക്ക് അത്യാവശ്യം നല്ല ബോഡി ഉള്ളവരായിരിക്കും. ഇവർ ലൈഫിൽ കുറേ അഗ്രസീവ് ആയിരിക്കുമെന്നാണ് പുള്ളിയുടെ തിയറി വെച്ച് പുള്ളി പറയുന്നത്. ഇനി എക്ടോമോർഫിൽ പെടുന്ന ആളുകൾ നല്ല മെലിഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും. ഇവർ ഇൻട്രോവേർട്ടും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇങ്ങനെ ആളുകൾ ഈ 3 കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് പുള്ളി പറയുന്നത്. പണ്ട് ഈ തിയറി മെയിനായിട്ട് യൂസ് ചെയ്തത് ക്രിമിനോളജിക്ക് വേണ്ടിയിട്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ തിയറി പ്രകാരം മെസോമോർഫിൽ പെടുന്ന ആളുകൾ കുറച്ചുകൂടി ക്രിമിനൽ സ്വഭാവം ഉള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് ഈ 3 തിയറിയും യൂസ് ചെയ്യുന്നത് നമ്മുടെ ജനറ്റിക് റിലേറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്ടോമോർഫിൽ പെടുന്ന ആളുകൾക്ക് വെയിറ്റും മസിൽ മാസ് ഗെയിൻ ചെയ്യാനും ഭയങ്കര പാടാണ്. ഇവരുടെ ഷോൾഡേഴ്സ് ഭയങ്കര നാരോ ആയിരിക്കും. ബോൺസ് എല്ലാം തിന്നായിരിക്കും. ഇവരുടെ ചെസ്റ്റും ഭയങ്കര ഫ്ലാറ്റ് ആയിരിക്കും. ഇനി എൻഡോമോർഫിൽ പെടുന്ന ആളുകൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇവരുടെ ബോഡിയിൽ ഫാറ്റ് പെട്ടെന്ന് കൂടുകയും ചെയ്യും, എന്നാൽ മസിൽ പെട്ടെന്ന് കൂടത്തുമില്ല. എൻഡോമോർഫിൽ പെടുന്ന ആളുകൾക്ക് ഹാർട്ട് ഡിസീസും ഒബീസിറ്റിയും ഹൈ ബ്ലഡ് പ്രഷറും വരാനുള്ള ചാൻസ് എക്ടോമോർഫിനേലും മെസോമോർഫിനേക്കാളും കൂടുതലാണ്. ഇവർ പൊതുവെ നല്ല വണ്ണമുള്ളവരായിരിക്കും. ഇനി മെസോമോർഫിൽ പെടുന്ന ആളുകൾ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് പെട്ടെന്ന് മസിൽ മാസ് ഗെയിൻ ചെയ്യാനും പറ്റും, പെട്ടെന്ന് ഫാറ്റ് കട്ട് ചെയ്യാനും പറ്റും. ഈ 3 കാറ്റഗറിയിലുമുള്ള ആളുകൾക്ക് ഒരേ വർക്കൗട്ട് റൂട്ടീനും ഒരേ ഡയറ്റും കൊടുത്താൽ മെസോമോർഫിൽ പെടുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മസിൽ ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡി ടൈപ്പ് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളെല്ലാവരുടെയും ആഗ്രഹം ഒരു മെസോ ടൈപ്പ് ബോഡി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മെസോ ടൈപ്പ് ബോഡി ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ജനറ്റിക്സിൽ നമുക്കൊരു കൺട്രോളുമില്ല. നമ്മൾ എങ്ങനെ ജനിച്ചു എന്നതിൽ നമുക്കൊരു കൺട്രോളുമില്ല. എന്നാൽ ഇനിയുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് മാത്രമാണ് കൺട്രോൾ. ജനറ്റിക്സിനേക്കാളും നമ്മുടെ ബോഡിയിൽ മസിൽ മാസ് ഗെയിൻ ചെയ്യുന്നതും ഫാറ്റ് ലൂസ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡാണ്. നമ്മുടെ വർക്കൗട്ടിനെ ഡയറ്റിനെ ഡിപ്പെൻഡാണ്. നിങ്ങൾ എത്ര നല്ല മെസോമോർഫ് ബോഡി ആണെങ്കിലും ലേസി മൈൻഡ് സെറ്റ് ആണെങ്കിലും അതിലൊരു കാര്യമില്ല. നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എക്ടോമോർഫ് അല്ലെങ്കിൽ എൻഡോമോർഫ് ആണെങ്കിൽ ഒന്നും ചെയ്യാത്ത ലേസി ആയിട്ടുള്ള മെറ്റോമോർഫിനേക്കാൾ ഹെൽത്തിയും ഫിറ്റ്നസ്സും ആയിരിക്കും. ഇത് 100% ശരിയാണ്. നമ്മുടെ ബോഡിയിൽ നമുക്ക് മാത്രമാണ് കൺട്രോൾ. അങ്ങനെ ഹാർഡ് വർക്കിങ്ങിലും ഡെഡിക്കേഷനിലൂടെ എക്ടോമോർഫ് അല്ലെങ്കിൽ എൻഡോമോർഫ് ബോഡിക്ക് ഒരു ഓൾമോസ്റ്റ് മെസോമോർഫ് ബോഡിയാക്കി മാറ്റാം. എക്സാമ്പിളായിട്ട് അമീർ ഖാനെ തന്നെ എടുക്കാം. അദ്ദേഹം ഈ 3 ഫോട്ടോയിൽ 3 ബോഡി ടൈപ്പാണ്. അമീർ ഖാനെ വിടുക, അമീർ ഖാൻ മാത്രമല്ല, അങ്ങനെ ധാരാളം പേര് അവരുടെ ബോഡി ടൈപ്പ് വർക്കൗട്ടിലൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുവർ ബോഡിയിൽ ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ല. എന്നാൽ പുവർ ബോഡിയിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.